എത്ര വളരാത്ത മുടിയും വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നതായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Z, ഗീതൂസ് ഹെയർ കെയർ. മാത്രമല്ല നമ്മളൊരു 7 വർഷമായിട്ട് നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടും മുടി കൊഴിഞ്ഞു പോയെടുത്ത് വെറും 2 ആഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രൊഡക്ട്സ് 1 വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക. കറ്റാർവാഴ ഹെയർ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ ചെടിയുടെ ലീഫാണ് വേണ്ടത്. ഇതിങ്ങനെ എടുത്ത് പറയാൻ കാരണം വാങ്ങുന്ന ജെല്ല് വെച്ചിട്ട് നമ്മുടെ ഈ പാക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. കറ്റാർവാഴ ഹെയർ പാക്ക് ആയാലും സ്കിൻ വൈറ്റനിങ് പാക്ക്, കറ്റാർവാഴ ഫേസ് പാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മിക്ക ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ. അപ്പം അത് ഇല്ലാതിരിക്കാനായിട്ട് അതിൻ്റെ കടഭാഗം, നമ്മൾ ഒടിച്ചെടുത്തിൻ്റെ കടഭാഗം കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ആ കടഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലും ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട്, ചൊറിച്ചിൽ പോലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. പലരും പറയാറുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും ചേച്ചി ഞങ്ങൾക്ക് ഇറിറ്റേഷൻ വരാറുണ്ടല്ലോ, അത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാം ഇനി എന്താണ് നിങ്ങളുടെ ചൊറിച്ചിൽ മാറാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ലീഫ് എടുത്ത് 2 സൈഡിലുള്ള മുള്ള് കളയുക. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് ചെറിയ പീസുകളാക്കിയിട്ട്, അതായത് ഒരു മീഡിയം സൈസ് കേട്ടോ, ഇതിപ്പോൾ ഞാൻ ഒരുവിധം വലിയ ലീഫാണ് എടുത്തിരിക്കുന്നത്, അതൊരു 4 പീസാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ 4 പീസാക്കിയിട്ട് ഇടുക. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന കറ്റാർവാഴയിൽ നിന്ന് ഒരു പശ പോലെ ഒരു നീര് വരും. ആ നീര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇല്ലാതിരിക്കും. ഇത് എല്ലാവർക്കും ചൊറിച്ചിലുണ്ടാവില്ല, ചിലർക്കൊക്കെ നേരി ചൊറിച്ചിലൊക്കെ ആവും. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല, ചിലർക്ക് നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും, അവർക്ക് ഇത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചൊറിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ മുകളിലത്തെ തൊലി ഭാഗം കളഞ്ഞ് നൈസായിട്ട് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ജെല്ലൊക്കെ പോകും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ കറ്റാർവാഴ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്, അപ്പോൾ അതനുസരിച്ച് തൊലി കളയാം, നൈസായിട്ട് കളഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ജെല്ലെടുക്കാം. ചിലർക്ക് സ്പൂൺ കൊണ്ടായിരിക്കും എളുപ്പം ഉണ്ടാവുക, ചിലർക്ക് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ആ ജെല്ല് മാത്രം വെച്ചിട്ട് ഹെയർ പാക്കോ സ്കിൻ പാക്കോ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അലർജി ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. ഇനി കറ്റാർവാഴ വെച്ച് ചെയ്യാൻ പറ്റില്ല, അലർജി ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയറിലേക്ക് ചെയ്യാൻ പോകുന്ന മാജിക് ഹെയർ ഗ്രോത്ത് പാക്ക് എന്ന് പറയുന്നത്. കറ്റാർവാഴ ആയാലും ചെമ്പരത്തി ആയാലും മുടി വളർച്ച കൂട്ടാനായിട്ട്, പെട്ടെന്ന് തന്നെ മുടി നീളം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നീളം വെക്കാനായിട്ട് മാത്രമല്ല, സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടായി മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ അലർജിയും സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്കും അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തൊലിയോട് കൂടിയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന. അരയ്ക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഒരു തുണി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പാക്ക് അരിച്ചെടുക്കാം. അങ്ങനെ അരിക്കാതെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ അത് അരച്ചെടുത്തതിൽ കറ്റാർവാഴയുടെ ജെല്ലായാലും ചെമ്പരത്തിയുടേതായാലും അടിയാത്തതുണ്ടാവും. അതൊക്കെ നമ്മുടെ ഹെയറിൽ നിന്ന് പോവാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ നിന്ന് ഈ തേച്ചിരിക്കുന്ന പാക്ക് കഴുകി കളയാനായിട്ട് പറ്റും. കാരണം ഇനി ജെല്ല് മാത്രമല്ലേ ഉള്ളൂ, ജെല്ല് മാത്രമാകുമ്പോൾ നമ്മൾ സാധാരണ ഹെയർ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ജെല്ല് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി കളയാനായിട്ട് പറ്റും. നേരെ മറിച്ച് നമ്മളിത് അരിക്കാണ്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ കറ്റാർവാഴയുടെ ആയാലും ചെമ്പരത്തിപ്പൂവിൻ്റെ ആയാലും കൊറ്റനിരിക്കുമ്പോൾ നമുക്ക് മുടിയിൽ നിന്ന് അത് കഴുകി കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് ഹെയറിലും സ്കാൾപ്പിലും പുരട്ടി കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം ഒഴിച്ച് ലിക്വിഡ് പോലെ ആക്കരുത്. വെള്ളം പരമാവധി കുറവ് ഒഴിച്ചാൽ മതി. നമുക്ക് ജെല്ല് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ സ്കാൾപ്പിലും ഹെയറിലും ഇത് വെച്ചിരിക്കാവുന്നതാണ്.
പിന്നെ അത് കഴുകി കളയാനായിട്ട് ഷാമ്പൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്ര വളരാത്ത മുടിയുള്ളവർക്ക് മുടി വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. എല്ലാവരും ചെയ്തു നോക്കാം. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ. മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.